ഒരു മാപ്പ് പോലത്തെ സംഭവം എത്തിയിട്ടുണ്ട്. ഈ മാപ്പാണോ അത് എന്ന് ചോദിച്ചാൽ മാപ്പല്ല എന്നേ അത് പറഞ്ഞവൻ പറയൂ. മാപ്പല്ലേ എന്ന് ചോദിച്ചാൽ മാപ്പ് തന്നെയാണ് എന്ന് മറ്റുള്ളവരും പറയും. അത്തരത്തിലൊരു സാധനം. എന്തായിരുന്നു മാപ്പ് പറയേണ്ട സംഭവം എന്ന് ചോദിച്ചാൽ ഉണ്ണികൃഷ്ണന്മാരുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ആദ്യം ആ സംഭവത്തിന് കാരണമായ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ സദാചാര ബോധം കേരള സമൂഹത്തിൽ കൊണ്ടുവന്നത് CPM ആണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഒരു ഉണ്ണികൃഷ്ണനെ ഉദ്ദേശിച്ചില്ലല്ലോ. ഞാൻ ഏത് ഉണ്ണികൃഷ്ണനെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്റെ പോസ്റ്റിനകത്ത് ഏതെങ്കിലും MLA പേര് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും MLA പേര് നാട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ളത് MLA മാത്രമല്ല. ഞാൻ ചോദിച്ചു, അങ്ങയുടെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏത് ഉണ്ണികൃഷ്ണന്മാരാണ്? അല്ല മാധു ഇപ്പോ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ്, എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ഒരു ടേമാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത്. മാധു തിരക്ക് പിടിക്കില്ലേ? ഞാൻ പൂർത്തിയാക്കട്ടെ. പകുതി പറഞ്ഞിട്ട് വിവാദമാകുന്നു പറയില്ലേ? ഇത്തരത്തിൽ ചില ആളുകളെയൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ അല്ലാതെ ഞാൻ ഉണ്ണികൃഷ്ണന്മാർ മുഴുവൻ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണന്മാർ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങ് പറഞ്ഞു അസാന്മാർഗിക പ്രവർത്തനങ്ങൾ ഉണ്ണികൃഷ്ണന്മാരെന്നൊക്കെ വിളിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് 35 വയസ്സായി. ഈ 35 വയസ്സിലേക്ക് ഞാൻ ഇതുവരെ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്നവരെ ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്ന ഒരു നാടിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഈ പാനലിൽ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തിരുത്താം. ഞാൻ 1 മിനിറ്റ് മൗനം ആചരിക്കാൻ തയ്യാറാണ്. അല്ല മാധു, ഈ നാട്ടും പുറത്ത് ഇത്തരത്തിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ മുഴുവൻ ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞോ? അങ്ങ് പറഞ്ഞ ആ സെന്റൻസ് ഒന്നും കൂടി ആവർത്തിക്കൂ. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾ ഉണ്ണികൃഷ്ണന്മാരാണോ? അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് ആവർത്തിക്കൂ. നാട്ടിൽ അസാന്മാർഗിക മാർഗ്ഗങ്ങൾ മുഴുവൻ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾ ഉണ്ണികൃഷ്ണന്മാരാണെന്ന് ഞാൻ പറഞ്ഞോ? എല്ലാ തരത്തിലുള്ള ആളുകളും അത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയും. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് പറയും. മാർഗിക പ്രവർത്തനം നടത്തുന്ന ഏത് ഉണ്ണികൃഷ്ണന്മാരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞത് നമ്മുടെ നാട്ടിലേക്ക് ഈ അസാന്മാർഗിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ചില പേരുകളിലൊന്നാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അല്ല, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആളുകൾ സംസാരിക്കുന്ന ഒരു ടെർമിനോളജിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ പറയുന്നത് അത്തരം ഒരു ടെർമിനോളജി ഞാൻ കേട്ടിട്ടില്ല. ഞാനും അങ്ങും ഉപയോഗിക്കുന്ന മലയാള ഭാഷയല്ലേ, ഞാനും അങ്ങും ജീവിക്കുന്നത്. കേൾക്കാത്തതെല്ലാം മാധു കേൾക്കാത്തതെല്ലാം ഇല്ലാത്തതാണെന്നും മാധു കേൾക്കുന്നത് മാത്രമാണ് ഉള്ളതെന്നും വിചാരിക്കാനും പാടില്ല. നാട്ടിലെ ആളുകളെ കുറിച്ച് അനാവശ്യം എഴുതി പിടിപ്പിക്കുന്നവർക്കൊക്കെ പൊതുവെയുള്ള പേര് ഡോക്ടർ ജിൻഡോ ജോൺ ആണ് എന്ന് അങ്ങനെ പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അങ്ങ് സമ്മതിച്ചു തരുമോ? ഡോക്ടർ ജിൻഡോ എന്ന പേരുള്ള ഏതെങ്കിലും തോന്നിവാസികളുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഉപയോഗിക്കാം. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ പൊതുവെ ഇത്രയും ഇപ്പൊ ഇനി അങ്ങൊക്കെ അറിയാവുന്ന നാട്ടിൽ വിളിക്കുന്നത് ഉണ്ണികൃഷ്ണന്മാർ എന്നാണ്. ഇനി നാട്ടിലെ ആളുകളെ പറ്റി അനാവശ്യം എഴുതി പിടിപ്പിക്കുന്ന ആളുകളെ മാധു പറയുന്ന പോലെ അല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ അങ്ങനെ അതിവായന നടത്തിപ്പോല്ലേ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നാട്ടിൽ തോന്നിവാസം ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പേര് നമുക്ക് ഇഷ്ടമുള്ള വിളിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. എല്ലാ പേരിലും ഞാൻ പറഞ്ഞതല്ല, അങ്ങാണ് പറഞ്ഞത്. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ പൊതുവെ വിളിക്കുന്ന ചില പേരുകൾ ഉണ്ണികൃഷ്ണൻ എന്നാണെന്ന് ഞാൻ പറഞ്ഞോ ഡോക്ടർ ജിൻഡോ ജോൺ? അങ്ങല്ലേ പറഞ്ഞത്? എന്നിട്ട് പറയണ അതിവായനയാണെന്ന്. ഞാൻ വായിക്കുന്നത് മുഴുവൻ. മാതൃഭൂമി ന്യൂസിലെ ചർച്ചാവേദിയാണ് സംഭവസ്ഥലം. മാധ്യമപ്രവർത്തക മാധു സജി നയിക്കുന്ന ചർച്ച. കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ സംസാരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ സംസാരം കൃത്യമായും കേട്ടാൽ മനസ്സിലാകും പുള്ളി എന്താണ് പറഞ്ഞത് എന്നുള്ളത്. അതേ ചർച്ചയിൽ അവസാന നിമിഷങ്ങളിലൊക്കെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് സ്ഥാപിക്കാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പുള്ളി പറഞ്ഞത് എന്താണ് എന്നുള്ളത് മാധു സജി കൃത്യമായും വ്യക്തതയോടെ വ്യക്തമാക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള അസാന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരെയും പൊതുവെ പറയുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത്. ഇങ്ങനെയാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് മാധു ജിൻഡോയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് വലിയ വിവാദമാകുമെന്നും നമ്മുടെ ഒന്നും കയ്യിൽ ഇത് നിൽക്കില്ല എന്ന അർത്ഥത്തിലുമൊക്കെ മാധു പറയുമ്പോൾ പതുക്കെ അതിൽ നിന്ന് തല ഊരാനുള്ള ശ്രമവും ഇദ്ദേഹം നടത്തുന്നത് കാണാൻ കഴിയും. എന്തായാലും ആ ചർച്ച അവസാനിച്ചു. സ്വാഭാവികമായും മാധു പറഞ്ഞതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പരാമർശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉടലെടുത്തു. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണ കുറിപ്പുമായി പുള്ളിക്കാരൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കുറിപ്പിനെയാണ് ഞാൻ പറഞ്ഞത് വായിച്ചു നോക്കിയിട്ട് ഇതൊരു മാപ്പ് അപേക്ഷ പോലെ തോന്നുന്നു എന്ന്. എന്തായാലും ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം.
ഇന്നലത്തെ ഒരു മാധ്യമ ചർച്ചയിൽ അവതാരകയുമായുള്ള തർക്കത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ എന്ന പേരുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എനിക്കൊരു നാക്കുപിഴ സംഭവിച്ചു പോയതിൽ ഖേദമുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച രീതിയിലല്ല അതെനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചത്. പറഞ്ഞു വന്നപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതിൽ നിന്നും മാറ്റമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ വാക്ക് പ്രയോഗത്തിൽ ചിലർക്ക് വിഷമമുണ്ടായതായി അറിയുന്നു. എൻ്റെ മാത്രം വാക്കുപിഴയിൽ പാർട്ടിയല്ല ഞാനാണ് തിരുത്തേണ്ടത്. എൻ്റെ പ്രവൃത്തിയുടെയോ വാക്കുകളുടെയോ പേരിൽ യാതൊരു വിധത്തിലും പാർട്ടി തെറ്റിദ്ധരിക്കപ്പെടാനും പാടില്ല. ആയതിനാൽ മനഃപൂർവ്വമല്ലാത്ത ആ വാക്കുകളിൽ വിഷമം തോന്നിയവർ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു ദൈവനിഷേധിയോ മതനിഷേധിയോ അല്ലെന്ന് എൻ്റെ ജീവിത വ്യവഹാരങ്ങളിലൂടെ ബോധ്യപ്പെടാത്തവരെ തൃപ്തിപ്പെടുത്താൻ എനിക്കാവില്ല. എന്നാലും എനിക്കും തെറ്റിപ്പോയെന്ന് ബോധ്യപ്പെട്ട ഒരു വാക്കിൻ്റെ മറപറ്റി ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത വർഗീയ വിഷം പ്രചരിപ്പിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ലക്ഷ്യം വർഗീയതയാണ്, ഞാനല്ലല്ലോ. അവർക്ക് ഒരവസരവും കൊടുത്തുകൂടാ എന്ന് കരുതിയാണ് ഈ വാക്കുകൾ കുറിക്കുന്നത്. ഇതിലെ സത്യസന്ധത ബോധ്യപ്പെടുമെന്ന് കരുതുന്നു. ഇതാണ് ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ച ആ കുറിപ്പ്. അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കേരളത്തിൽ പൊതുവായി വിളിക്കുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ എന്ന പരാമർശം നടത്തിയ സമയത്തു തന്നെ അവതാരിക മാധു സജി പല ആവർത്തി തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടും അതിന് വഴങ്ങാതെ ജിൻഡോ ജോൺ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ പുള്ളിക്കാരൻ എന്തുദ്ദേശിച്ചാണ് ആ പരാമർശം നടത്തിയത് എന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഷൈൻ ടീച്ചർ വിഷയത്തിൽ MLA ഉണ്ണികൃഷ്ണനും കൂടി ആരോപണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനാൽ എല്ലാ ഉണ്ണികൃഷ്ണന്മാരെയും അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ ആ പരാമർശം നടത്തിയത്. എത്രയോ ഉണ്ണികൃഷ്ണന്മാർ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു, ഇപ്പോഴും പ്രവർത്തിക്കുന്നു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ഇപ്പോഴും ജീവനോടെയുള്ള മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ, അനുഗ്രഹീത നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഗായകനും ദേശീയ അവാർഡ് ജേതാവുമായ P ഉണ്ണികൃഷ്ണൻ, എഴുത്തുകാരൻ ഉണ്ണികൃഷ്ണൻ പുതൂർ, സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ, നടനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അങ്ങനെ എത്രയോ പ്രശസ്തർ ഈ നാട്ടിൽ ജീവിച്ചിരുന്നവരും ജീവിച്ചിരിക്കുന്നവരുമായി ഉണ്ട്. ഇതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ വണ്ടിയും പിടിച്ച് ജിൻഡോ ജോണിൻ്റെ വീട്ടിൽ ചെന്നാൽ അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമായിരുന്നു. ഈ ക്ഷമാപണ പോസ്റ്റിൻ്റെ ആവശ്യം അവിടെ വരില്ലായിരുന്നു. യൂത്ത് കോൺഗ്രസിലെ ഒരേ ഒരു ധീരൻ താൻ മാത്രമാണ് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കിൽ നിന്നും പിന്നോട്ടില്ല എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് പിടിച്ചു നിന്ന ജിൻഡോ ജോൺ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാപ്പപേക്ഷയും കൊണ്ട് രംഗത്ത് വന്നത് എന്ന് മനസ്സിലായോ? അതിന് കൃത്യമായ കാരണമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ളവരെല്ലാം അസാൻമാർഗികളാണെന്ന് ജിൻഡോ ജോൺ പറയുമ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു കാര്യം ഓർത്തില്ല. അത് മറ്റൊന്നുമല്ല, എറണാകുളം ജില്ലയിൽ ഇദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന വാർഡ് ഡിവിഷനിലെ ബൂത്തിൽ 4ഓളം ഉണ്ണികൃഷ്ണന്മാർ താമസിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ചാനലിൽ നടത്തിയ ചർച്ചയിലെ പരാമർശം വലിയ വിവാദത്തിലേക്ക് പോയതോടെ ഇതിലൊരു ഉണ്ണികൃഷ്ണനും ഉണ്ണികൃഷ്ണൻ്റെ കുടുംബവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിയമപരമായി നീങ്ങുവാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. അതായത് തൻ്റെ വാർഡ് ഡിവിഷനിൽ തന്നെയുള്ള ഒരു വ്യക്തി താൻ ഉൾപ്പെടെയുള്ള ഉണ്ണികൃഷ്ണന്മാരെ അപമാനിച്ചു എന്ന രീതിയിൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു എന്നും ഇന്ന് രാവിലെയോടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം അറിഞ്ഞു എന്നും അവർ അറിയിച്ചതനുസരിച്ചാണ് വൈകിയ വേളയിൽ താൻ പറഞ്ഞത് കടുത്ത അപരാധമാണ്, ക്ഷമിക്കണം എന്ന അർത്ഥത്തിലുള്ള ഒരു കുറിപ്പുമായി ജിൻഡോ ജോൺ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത് എന്നുമാണ് വിവരങ്ങൾ. കാടടച്ച് വെടിവെക്കുമ്പോൾ അതിൽ തൻ്റെ അയൽക്കാരും താൻ എന്നും കാണുന്നവരുമുണ്ടെന്ന് പുള്ളിക്കാരൻ ഓർത്തില്ല. ചാനൽ ചർച്ചയിൽ നാറി നിൽക്കുമ്പോൾ ആ പരാമർശം പിൻവലിക്കാൻ പുള്ളിക്ക് കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പിൻവലിച്ചാൽ അബദ്ധം പറ്റിയെന്ന് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർ കരുതും. അങ്ങനെ കരുതിയാൽ തൻ്റെ ഇമേജ് മുഴുവൻ ഇടിഞ്ഞു വീഴും. അതുകൊണ്ട് ഒരു ദിവസം പുള്ളി പിടിച്ചു നിന്നു. അപ്പോഴാണ് സ്വന്തം വാർഡിൽ നിന്ന് തന്നെ പുള്ളിക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായത്. സംഭവം കേസാകുന്നതിലല്ല പ്രശ്നം. കേസായാൽ അത് മാധ്യമങ്ങൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നോ അതിനെ CPMകാർ എങ്ങനെയൊക്കെ ആഘോഷിക്കുമെന്നോ ഇപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. പാർട്ടിയും പാർട്ടിയിലെ ചില നേതാക്കളും നാറി നിൽക്കുമ്പോൾ അക്കൂട്ടത്തിൽ കിടന്ന് നാറാൻ വയ്യ എന്ന് ഉറപ്പിച്ചാണ് ഇതുവരെ മാപ്പുമില്ല, ഒരു കോപ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ നിലപാട് മാറ്റിയത്. പണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു മോദി പരാമർശം സുപ്രീം കോടതി കയറിയതാണ്. എന്തായാലും അതും ജിൻഡോ ജോണിന് നല്ല ഓർമ്മ കാണും. എന്തായാലും അസാൻമാർഗികളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ എന്ന പരാമർശം നടത്തി മണിക്കൂറുകൾക്കു ശേഷം പരസ്യമായി ആ പരാമർശം പിൻവലിച്ച ജിൻഡോ ജോണിന് 1000 നീൽ സലാം.